വാട്സപ്പ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒന്നാമതായി പേഴ്സണൽ മെസ്സേജ്, അതായത് ഒന്നിലധികം 5ൽ കൂടുതൽ ആൾക്കാർക്ക് ഒരുമിച്ച്, അതായത് 250 പേർക്കൊക്കെ ഇൻഡിവിജ്വലായിട്ട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നത് എങ്ങനെയെന്നാണ് ഒന്നാമത്തെ കാര്യം. അതുപോലെ നമുക്ക് വാട്സപ്പിൽ എന്ത് കാര്യവും നോട്ടായിട്ട് സേവ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ, ഒരു ട്രിക്ക് ഉണ്ട്, അതെങ്ങനെ ചെയ്യാമെന്ന്. അതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻസുകൾ വന്ന് നമ്മളെ ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവ എങ്ങനെ ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ ഫോണിൽ സ്റ്റോറേജ്, വാട്സപ്പ് ഉപയോഗിച്ച് സ്റ്റോറേജ് ഫുള്ളാവുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം. അതുപോലെ നമ്മുടെ വാട്സപ്പ് എങ്ങനെ ഫിംഗർ പ്രിന്റ് ഉപയോഗിച്ച് ലോക്ക് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായി പറയുന്നത് പേഴ്സണൽ മെസ്സേജ് എങ്ങനെ മറ്റുള്ളവർക്ക് ഒന്നിലധികം പേർക്ക് ഒരുമിച്ച് അയക്കാം എന്നാണ്. നേരെ വീഡിയോ കാണാം. ആദ്യമായി നമ്മുടെ ഫോണിലുള്ള വാട്സപ്പ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ വലത് സൈഡ് 3 ഡോട്ട് നമുക്ക് കാണാൻ സാധിക്കും. വാട്സപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലായി വലത് സൈഡ് 3 ഡോട്ട് കാണാം. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് ഓപ്ഷൻ വരും. അതിൽ രണ്ടാമത്തെ ഓപ്ഷനായ ന്യൂ ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആർക്കൊക്കെയാണോ ഇൻഡിവിജ്വലായിട്ട്, അതായത് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കേണ്ടത്, അവരുടെ എല്ലാം നമ്പറുകൾ നമ്മൾ സെലക്ട് ചെയ്യുക. ഏതൊക്കെ നമ്പറാണോ ആ നമ്പറുകളിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവയെല്ലാം ടിക്ക് മാർക്കോടെ മുകളിൽ സെലക്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള 256 പേർക്ക് 256 പേരെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ 256 വരെ ഒരു ന്യൂ ബ്രോഡ്കാസ്റ്റ് വഴി നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അതായത് ഒരു ഒറ്റ ക്ലിക്കോടെ ഇത്രയും പേർക്കും നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാം. അതായത് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ അതേപോലെയുള്ള വിഷസ്സുകൾ തുടങ്ങിയല്ല. അതിനുശേഷം ഏറ്റവും താഴെ വലത് സൈഡുള്ള ഗ്രീൻ ബട്ടൺ ടിക്ക് മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 18 പേഴ്സൺ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെ ആയിരിക്കും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഉള്ള ആ ബാറിൽ, ഏറ്റവും മുകളിലുള്ള ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഫൈലായിട്ട് വരും. ഇവിടെ നമുക്ക് നമ്മൾ സെലക്ട് ചെയ്ത ആളെ വേണമെങ്കിൽ ഒഴിവാക്കുകയോ നമുക്ക് അല്ലെങ്കിൽ കൂടുതൽ പേരെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം താഴോട്ടുണ്ട്. ഞാനിവിടെ കുറച്ചുപേരെ ഒഴിവാക്കി. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒഴിവാക്കാനും അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. അതുപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യുകയോ ഡിലീറ്റ് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിനുശേഷം നമുക്കിവിടെ ഒരു പെൻസിലിൻ്റെ ചിഹ്നം കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു ബ്രോഡ്കാസ്റ്റ് മെസ്സേജായിട്ട് അയക്കുന്ന ഈ ഗ്രൂപ്പിന് നമ്മൾ ഒരു പേരിടുക. ശരിക്കും ഇത് ഗ്രൂപ്പല്ല, നമ്മുടെ വാട്സപ്പിൽ മാത്രമായിരിക്കും ഗ്രൂപ്പായിട്ട് കാണുന്നത്. മറ്റുള്ളവർക്ക് മെസ്സേജ് പോകുന്നത് നമ്മുടെ ഫോണിൽ നിന്നും പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നതായിട്ടായിരിക്കും. നമ്മൾ അങ്ങനെ ഒരു പേരൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതായിരിക്കില്ല. നമ്മുടെ ഗ്രൂപ്പുകളുടെ കൂട്ടത്തിലായിരിക്കും ഇത് കിടക്കുന്നത്. അതിനുശേഷം നമുക്ക് എന്ത് മെസ്സേജാണോ അയക്കേണ്ടത്, നമുക്ക് കുറേ പേർക്ക് ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ വിഷസ് അയക്കാം. അല്ലെങ്കിൽ ഒരു ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വിഷസ് അയക്കുന്നതിനോ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മൾ സാധാരണ മെസ്സേജ് ഗ്രൂപ്പിലൊക്കെ ഇടുന്നത് പോലെ നമ്മൾ അയച്ചാൽ മതി. തീർച്ചയായിട്ടും അവർക്ക് പേഴ്സണലായിട്ടായിരിക്കും ഈ മെസ്സേജ് എത്തുന്നത്. അപ്പോൾ അവർ പേഴ്സണലായിട്ടായിരിക്കും തിരിച്ചും മറുപടി തരുന്നത്. ഒരുപാട് പേർക്ക് ഒരേ കാര്യം നമുക്ക് മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ, പേഴ്സണലായിട്ട് അയക്കാനുണ്ടെങ്കിൽ നമുക്ക് ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലായെങ്കിൽ നമ്മൾ ഓരോരുത്തർ വീതം സെലക്ട് ചെയ്ത് മെസ്സേജ് അയക്കാൻ കുറേയധികം പാടുണ്ട്. അതിനേക്കാളും ഇത് ഒറ്റ ക്ലിക്ക് കൊണ്ട് വളരെ സമയലാഭത്തിലും എളുപ്പത്തിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടാമതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ വാട്സപ്പിൽ വരുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്കൊരു നോട്ട് ബുക്കായിട്ട് വാട്സപ്പ് എങ്ങനെ ഉപയോഗിക്കാമെന്നാണ്. അതിന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് സാധിക്കുന്നതാണ്. അതിനായി നമ്മുടെ വാട്സപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിൽ ന്യൂ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു വരും. അതായത് നമുക്ക് പുതിയൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു ഓപ്ഷനാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഏതെങ്കിലും ഒരാളെ നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു. ആദ്യത്തെ ഒരു നമ്പർ സെലക്ട് ചെയ്യുന്നു. ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ വലത് സൈഡ് ഒരു ആരോ ബട്ടൺ കാണാം, ഗ്രീൻ ബട്ടൺ. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അതിനൊരു പേര് കൊടുക്കുക. മൈ നോട്ട് എന്ന് പറഞ്ഞ് ഒരു
പേര് കൊടുക്കുക. അതായത് നമ്മുടെ എന്തെങ്കിലും നോട്ട് ബുക്കായിട്ട് ഉപയോഗിക്കുക. അതായത് നമുക്ക് അത്യാവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്പരോ ആരെങ്കിലും പെട്ടെന്ന് പറയുകയാണെങ്കിൽ അത് എഴുതി സൂക്ഷിക്കുന്നതിനാണ്. അതിനുശേഷം ഈ ഗ്രീൻ ബട്ടണിലുള്ള ടിക്ക് മാർക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമ്മളൊരു പുതിയൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും മുകളിലുള്ള മൈ നോട്ട് എന്ന് എഴുതിയിരിക്കുന്ന ആ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം 2 പേര് മാത്രമേ ഈ ഗ്രൂപ്പിലുള്ളൂ. അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മളും മറ്റൊരു നമ്പരും മാത്രമാണ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഒരാളെ ആഡ് ചെയ്തിട്ടുള്ള ആളിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളല്ലാതെ മറ്റൊരാളെയാണ് നമ്മൾ ആഡ് ചെയ്തത്. ആ ആളെ സെലക്ട് ചെയ്തതിന് ശേഷം റിമൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. നമ്മൾ ഏത് കോണ്ടാക്ട്സ് ആണോ ആഡ് ചെയ്തത് ആ ഓപ്ഷനെ ആ ആളെ നമ്മൾ റിമൂവ് ചെയ്യുന്നു. റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഗ്രൂപ്പിൽ നമ്മൾ മാത്രമേ ഉണ്ടാവൂ. അതായത് നമ്മൾ ഗ്രൂപ്പ് സെറ്റ് ചെയ്തു, ആ ഗ്രൂപ്പിൽ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. ഇനി ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിൽ വന്നൊരു കാര്യം നമുക്ക് സേവ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഈ ഗ്രൂപ്പിലേക്ക് നമ്മൾ ഷെയർ ചെയ്താൽ മതി. ഇത് വേറെ ആരും ഈ ഗ്രൂപ്പിൽ ഇല്ലാത്തതുകൊണ്ട് മറ്റൊരിടത്തേക്കും ഈ ഗ്രൂപ്പിൽ നിന്നും ഒന്നും പോകില്ല. നമുക്ക് ആവശ്യമുള്ള നമ്പറുകളോ എന്തെങ്കിലും അത്യാവശ്യ കാര്യം ആരെങ്കിലും പറയുകയാണെങ്കിൽ പെട്ടെന്ന് എഴുതി സൂക്ഷിക്കുന്നതിനും ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നതാണ്. നമുക്ക് എപ്പോഴും കാണുന്നതിന് മൈ നോട്ട് എന്നായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് തുറക്കുമ്പോൾ സെർച്ച് ചെയ്താൽ മതി, നമ്മുടെ ഗ്രൂപ്പ് കാണാൻ സാധിക്കും. അതിൽ മൈ നോട്ട് എന്ന് പറഞ്ഞ് കാണും. അതിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക. എപ്പോൾ വേണമെങ്കിലും നമുക്കത് നോക്കാൻ സാധിക്കുന്നതാണ്. ഈ ഓപ്ഷൻ തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മൂന്നാമത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോൺ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഫോണിൽ വന്ന് നിറയുന്ന ഫോട്ടോസുകൾ എല്ലാം സ്റ്റോറേജ് ഫുള്ളാക്കുന്നുണ്ടാവും. അത് നമുക്ക് എങ്ങനെ ഒഴിവാക്കാമെന്നാണ്. അതിനുശേഷം ഇവിടെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് നമുക്കിവിടെ എനേബിൾ ആയിട്ടായിരിക്കും കിടക്കുന്നത്. അതിനെ നമ്മൾ ഓഫ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം ബാക്ക് പോവുക. അതായത് നമ്മുടെ ഫോണിലേക്ക് അയക്കുന്ന ഫോട്ടോസുകളൊന്നും ഇനി നമ്മുടെ ഫോൺ മെമ്മറിയിൽ സേവ് ആവുന്നതല്ല. അതുമൂലം നമുക്ക് ഫോൺ മെമ്മറി നമുക്ക് ഒരുപാട് ക്ലിയർ ആയിരിക്കും. അതായത് സ്റ്റോറേജ് കപ്പാസിറ്റി കൂടുന്നതായിരിക്കും. ഇനി നമുക്ക് ഏതെങ്കിലും വാട്സപ്പിലുള്ളത് സ്റ്റോറേജ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക. അതായത് നമ്മൾ നേരത്തെ ചെയ്ത മൈ നോട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഗ്രൂപ്പ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോണ്ടാക്റ്റിൽ നിന്നും വരുന്ന കാര്യങ്ങൾ നമുക്ക് ഫോണിൽ സ്റ്റോറേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് സെലക്ട് ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിലുള്ള ബാറിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മീഡിയ വിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൻ്റെ പ്രൊഫൈലിൽ മീഡിയ വിസിബിലിറ്റി ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഡിഫോൾട്ടായിട്ടായിരിക്കും കിടക്കുന്നത്. അതവിടെ യെസ് എന്ന് കൊടുക്കുക. അതായത് നമ്മുടെ ഫോണിൽ ഈ ഗ്രൂപ്പിൽ ഇടുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടാക്ട്സിന്റെ കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ എസ് കൊടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഒരു ഗ്രൂപ്പിൽ നിന്നും ഉള്ള കാര്യങ്ങളും സേവ് ആവില്ല. പക്ഷേ നമുക്ക് ആവശ്യമുള്ള ഗ്രൂപ്പിൻ്റെത് മാത്രം അല്ലെങ്കിൽ ഏതെങ്കിലും കോണ്ടാക്ട്സിന്റെ മാത്രം കാര്യങ്ങൾ നമുക്കതിൽ സ്റ്റോർ ആവുകയും ചെയ്യും. നമ്മുടെ ഫോണിൽ സ്റ്റോർ ആവുകയും ചെയ്യും. ഇത്തരത്തിൽ നമ്മുടെ ഫോൺ മെമ്മറി വാട്സപ്പ് മുഖേന സ്റ്റോറേജ് ഫുള്ളാവുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. നാലാമതായി നമ്മൾ നോക്കുന്നത് നമ്മുടെ ഫോണിൽ ഏതെങ്കിലും ഗ്രൂപ്പിൽ എപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കും. അതിന്റെ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ വരികയും നമുക്ക് അതൊരു ശല്യമായി തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഗ്രൂപ്പ് ഒന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും മുകളിലുള്ള സൈഡിൽ ബാറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഏറ്റവും മുകളിലുള്ള ബാറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഗ്രൂപ്പിന്റെ പ്രൊഫൈൽ കാണാം. അതിനുശേഷം മ്യൂട്ട് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് നമ്മളവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക. ആദ്യം തന്നെ കാണും. അതായത് ഈ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ 8 മണിക്കൂർ അല്ലെങ്കിൽ 1 വീക്ക് 1 ഇയർ, അതായത് നമുക്ക് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു ദിവസത്തേക്കോ ഒരു ആഴ്ചത്തേക്കോ ഒരു വർഷത്തേക്കോ ഒക്കെ നമുക്കിതിൽ നിന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒന്നും വരില്ല. അതായത് നമ്മൾ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് വന്ന് കിടന്ന് നമ്മളെ ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാളുടെ നമുക്ക് പ്രൊഫൈൽ കയറി ഇങ്ങനെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അതിനുശേഷം കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ
നമുക്ക് ഇഷ്ടാനുസൃതമാക്കാം. അതായത് നോട്ടിഫിക്കേഷൻസ്, അതായത് നമ്മുടെ ഫോണിൽ വരുന്ന ആ ഗ്രൂപ്പിൽ ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരാനുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരികയും ചെയ്യും. അതിനാണ് നമുക്ക് യൂസ് കസ്റ്റം നോട്ടിഫിക്കേഷൻ എന്നുള്ളതിൽ ഏറ്റവും മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം യൂസ് ഹൈ പ്രയോറിറ്റി നോട്ടിഫിക്കേഷൻസ് അതിൽ ടിക്ക് മാർക്ക് കൊടുക്കുക. അതേപോലെ അതിൽ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. വൈബ്രേറ്റ്, പോപ്പപ്പ് നോട്ടിഫിക്കേഷൻ, ലൈറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ബാക്ക് ബട്ടൺ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലുള്ള ഏതൊരു ഗ്രൂപ്പിലും ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ശല്യം ചെയ്യുന്ന നോട്ടിഫിക്കേഷൻസുകളെല്ലാം വാട്സപ്പിൽ നിന്നുള്ളത് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അഞ്ചാമതായി പറയാൻ പോകുന്നത് നമ്മുടെ വാട്സപ്പ് മറ്റാരും തുറക്കാതെ പ്രൈവസി ലോക്ക് ചെയ്യുന്നതിനാണ്. അതിനായി നമ്മുടെ മെയിൻ ഇന്റർഫേസിലെ ഏറ്റവും മുകളിലുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള സെറ്റിംഗ്സ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊഫൈൽ അവിടെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്രൈവസി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം, ആദ്യം തന്നെ കാണാം. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ഫിംഗർ പ്രിന്റ് ലോക്ക് എന്ന് പറഞ്ഞ് ഉണ്ടാവും. ഈ ഓപ്ഷൻ നമ്മുടെ ഫോണിൽ ഫിംഗർ പ്രിന്റ് ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും എനേബിൾ ആവുന്നത്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അൺലോക്ക് വിത്ത് ഫിംഗർ പ്രിന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ആയിരിക്കും. അതിലവിടെ ആ ബട്ടൺ എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. നമ്മുടെ ഫോണിലെ ഫിംഗർ പ്രിന്റിൽ നമ്മൾ വിരൽ വയ്ക്കുക. അപ്പോൾ അത് ഓപ്പൺ ആവുന്നതായിരിക്കും. അതിനുശേഷം നമുക്കവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇമ്മീഡിയറ്റ്ലി, ആഫ്റ്റർ 1 മിനിറ്റ്, ആഫ്റ്റർ 30 മിനിറ്റ്. അതായത് പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പ് ഉപയോഗിച്ചിട്ട് മാറുകയാണെങ്കിൽ നമ്മുടെ ഫോൺ ലോക്ക് ആവുന്നതായിരിക്കും. അല്ലെങ്കിൽ ആഫ്റ്റർ 1 മിനിറ്റ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞിട്ട്. ഇങ്ങനെ 3 ഓപ്ഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. ഇമ്മീഡിയറ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഫിംഗർ പ്രിന്റ് ആയതുകൊണ്ട് 2 സെക്കൻഡ് തന്നെ ലോക്ക് ഓൺ ആവുന്നതായിരിക്കും. അതിനുശേഷം ഏറ്റവും താഴെ ഷോ കണ്ടന്റ് ഇൻ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്യാം, അല്ല എങ്കിൽ ഓഫ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ബാക്ക് ബട്ടൺ പോവുക. നമ്മുടെ ഫോണ് നമ്മുടെ വാട്സപ്പിൽ നിന്ന് മാറ്റുക. അതിനുശേഷം നമ്മൾ വാട്സപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. വാട്സപ്പിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരത്തെ പോലെ പെട്ടെന്ന് ഓപ്പൺ ആവില്ല. ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കാനായിരിക്കും. നമ്മളവിടെ ഫിംഗർ പ്രിന്റ് ലോക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ബാക്കിലായിരുന്നാലും ഫിംഗർ പ്രിന്റ്, ഫ്രണ്ടിലായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഓപ്പൺ ചെയ്ത് നമ്മൾ ഫിംഗർ പ്രിന്റ് വയ്ക്കുമ്പോൾ ആപ്പ് അപ്പോൾ തന്നെ ഓപ്പൺ ആവുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് വാട്സപ്പിൽ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറക്കാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.